ജീവിതം എന്നത് ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ അല്പം നമ്മോട് വിട പറയുകയെങ്കിൽ അതിനർത്ഥം അത് മുഴുവനും നമ്മളോട് വിട പറയും എന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സമയം ഉപയോഗപ്പെടുത്തേണമേ എന്ന് മഹോന്നതനായ ഒരു പണ്ഡിതനോട് മഹദിയായ റാബിഅ റളിയല്ലാഹു അൻഹ ഉപദേശിച്ചത് നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് അതിശക്തമായ ആശയഗംഭീരമായ ഒരു സാരോപദേശമാണ്. അല്ലാഹു അത് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രഭാത സമയം എന്ന് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞു, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ദുഹയ തന്നെയാണ് സത്യം. വൽ അസ്ർ, അസ്ർ നേരത്തെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. വശംസി വദുഹാഹ, സൂര്യനെ തന്നെ സത്യം, അതിന്റെ പ്രഭയെ തന്നെ സത്യം. അല്ലാഹു പറയുന്നു വല്ലൈലി ഇദാ യഗ്ശാഹ, ഇരുൾ മുറ്റി വീഴുന്ന രാവിനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹ, പ്രഭ പരത്തുന്ന മനോഹരമായ പ്രഭാതത്തെ തന്നെ, പകലിനെ തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആനിൽ സമയത്തെ സത്യം ചെയ്തു പറയുന്ന ഒരുപിടി വാക്യങ്ങൾ, ആയത്തുകൾ കാണാൻ കഴിയും. മനുഷ്യ ജീവിതത്തിൽ ഇത്രത്തോളം പ്രാധാന്യമുള്ള മറ്റൊന്ന് സമയത്തേക്കാൾ വേറെ ഇല്ല എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആ സമയമാണ് നമ്മിൽ നിന്ന് നിമിഷങ്ങളായി, മിനിറ്റുകളായി, മണിക്കൂറുകളായി, മാസങ്ങളായി നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ അല്ലാഹു ഏതൊരു ദൗത്യത്തിന് വേണ്ടി നമ്മെ നിയോഗിച്ചുവോ ആ ദൗത്യം സാധ്യമാക്കാൻ സർവശക്തന്റെ സഹായം നമുക്ക് അല്ലാഹു നൽകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. നമ്മിൽ ജീവിതത്തോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് നീങ്ങിക്കഴിഞ്ഞ നമ്മുടെ എത്രയോ ബന്ധുമിത്രാദികൾ ഈ പരിപാടികളിലൊക്കെ മുമ്പ് സംബന്ധിച്ചിരുന്ന, ഇപ്പോൾ ഖബറിൽ വിശ്രമിക്കുന്ന ആളുകൾ, നമ്മുടെ കുടുംബത്തിലും ബന്ധുക്കളിലും പ്രാർത്ഥിക്കാൻ നമ്മോട് വസിയത്ത് ചെയ്തവർ, വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചു പോയവർ, ഇവരിലൊക്കെ മരിച്ചുപോയവരുണ്ട്. അവരുടെയൊക്കെ ഖബറുകൾ അല്ലാഹു. ഭൂമിയിൽ എത്ര വർഷക്കാലം നിങ്ങൾ ജീവിച്ചു എന്ന് ഒന്നോർത്ത് നോക്കി പറയാൻ നോക്കുമോ? എത്ര കാലമാ നിങ്ങൾ ജീവിച്ചത്? ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പകുതിയോ ഒരംശം ജീവിച്ച പോലെ തോന്നുന്നു റബ്ബേ. 70-80 കൊല്ലം ഇവിടുന്ന് ജീവിച്ചിട്ട് പോയിട്ട് എത്ര കാലം ജീവിച്ചു എന്ന് ചോദിക്കുമ്പോ അത് ഒരു ദിവസമോ അതിൽ അല്പമോ അത്രയേ തോന്നുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഫസ്അലിൽ ആദീൻ, എന്നെ തിട്ടപ്പെടുത്താൻ കഴിയുന്നവരോട് ചോദിക്കണേ എന്ന് അവർ സ്രഷ്ടാവിനോട് മറുപടി പറയുമത്രേ. ഖാല ഇൻ ലബിത്തും ഇല്ലാ ഖലീലാ, വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ഭൂമി ലോകത്ത് ജീവിച്ചുള്ളൂ. വളരെ കുറച്ച്. 50 വയസ്സായവർക്ക് തോന്നുന്ന പോലെ 80 വയസ്സായവർക്ക്, 90 കഴിഞ്ഞവർക്ക് എത്ര പെട്ടെന്നാണ് അതൊക്കെ കഴിഞ്ഞു പോയത്. എത്ര പെട്ടെന്നാണ് ജീവിതത്തിൽ വാർദ്ധക്യം വന്നുവിട്ടത്. എത്ര പെട്ടെന്ന് കഴിഞ്ഞുപോയി. കഴിഞ്ഞുപോയ വർഷങ്ങളുടെ ദൈർഘ്യം പോലും ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല. അല്ലാഹുവിനോട് പറയും, റബ്ബേ, ഞങ്ങൾ ഭൂമി ലോകത്ത് ജീവിച്ചത് ഒരു ദിവസമോ അതിൽ ഒരൽപ്പമോ ഉള്ള പോലെ. ലൗ അന്നകും കുൻതും തഅലമൂൻ അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ഞാൻ വെറുതെ കളിക്കാൻ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം. വെറുതെ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, ഭക്ഷണം കഴിച്ച് ഭോഗിക്കുകയും ഭോഗിക്കുകയും ശയിക്കുകയും ചെയ്ത് കാലം തീർക്കാനായിരുന്നോ നിങ്ങളെ നാം പടച്ചുവിട്ടത്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്തിന് നീ ജീവിച്ചു? എന്തിന് ജീവിച്ചു? ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്? അന്നം തേടിയുള്ള യാത്രയിൽ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മനുഷ്യൻ മറന്നുപോയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അതാണ് ഒന്നുകൂടെ ഒരു ആവർത്തി സൂറത്തുൽ മുഅ്മിനൂനിന്റെ അവസാന ഭാഗം ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെറുതെ പടച്ചതാണെന്ന്? അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിവസമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
മരിച്ചാൽ ഇവിടെ തീർന്നു. കൊണ്ടുപോയി ശവമടക്കി തീർത്താൽ, ശവം ദഹിപ്പിച്ചു കളഞ്ഞാൽ, മറവ് ചെയ്തു കഴിഞ്ഞാൽ അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഈ ലോകം? ബുദ്ധിയുള്ള സവിശേഷമായ ബുദ്ധി അല്ലാഹു നൽകി ആദരിച്ച മനുഷ്യൻ കണിശമായും അല്ലാഹുവിന്റെ ലക്ഷ്യബോധം, അല്ലാഹു എന്ത് ലക്ഷ്യം നമുക്ക് തന്നുവോ ആ ലക്ഷ്യത്തിൽ ജീവിക്കാൻ കടപ്പെട്ടവരാണ്. അഫഹസബതും, തോന്നിപ്പോവണ്ട, അന്നമാ ഖലഖനാകും അബഥാ, നിങ്ങളെ ഇവിടെ കളിക്കാൻ വിട്ടതാണെന്ന് തോന്നണ്ട. നിങ്ങളുടെ ജീവിതത്തിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്, ശുദ്ധമായ. അതുകൊണ്ട് സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, 5 അവസ്ഥകൾ വരുന്നതിന്റെ മുമ്പ്, അതിന്റെ മുമ്പ് 5 അവസ്ഥകൾ നിങ്ങൾക്ക് ആസന്നമാകും മുമ്പ് നിങ്ങൾ കാര്യങ്ങൾ മുതലെടുക്കണം. 1, ശബാബക ഖബല ഹറമിക്, യൗവനം നഷ്ടപ്പെട്ട് വാർദ്ധക്യം വരാനിരിക്കുന്നുണ്ട്. വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പേ യൗവനം ഉപയോഗപ്പെടുത്തിക്കോളൂ. 40 വയസ്സുവരെയാണ് യൗവനമെന്ന് ശറഅ് പറയുന്നു. 40 വയസ്സുവരെ യൗവനമാണത്രേ. വാർദ്ധക്യം വരുന്നുണ്ട്, മധ്യവയസ്സ് വരുന്നുണ്ട്, വാർദ്ധക്യം വരുന്നുണ്ട്. അതിന് മുമ്പേ യൗവനം ഉപയോഗപ്പെടുത്തിക്കോ. ഊരയ്ക്ക് വേദന വരാൻ പോകുന്നുണ്ട്, കാൽമുട്ടുകൾക്ക് വേദന വരാൻ പോകുന്നുണ്ട്, മണിക്കൂറുകളോളം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്, നടക്കാനും ഓടാനും കഴിയാത്ത അവസ്ഥ വരും, ഒരു വടികൊട്ടിയല്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരാനിരിക്കുന്നതുകൊണ്ട് യൗവനം ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹുവിന് വേണ്ടി, അടിച്ചു പൊളിക്കാനല്ല, അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. നിനക്ക് തിരക്ക് വരാൻ പോകുന്നുണ്ട്, ജോലി തിരക്കുകൾ വരാൻ പോകുന്നുണ്ട്. കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ, വെക്കേഷൻ, ഒഴിവ് നേരങ്ങൾ, നിന്റെ ഹോളിഡേയ്സ്, നിങ്ങളുടെ വീക്കെൻഡുകൾ അല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. ദാരിദ്ര്യം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് കയ്യിൽ അല്ലാഹു പൈസ തരുന്ന സമയം ഒരുപാട് ധർമ്മം ചെയ്ത്, ദാനം ചെയ്ത് അല്ലാഹുവിലേക്ക് എടുത്തോളൂ. മരണം വരാൻ പോകുന്നുണ്ട്, അതിന്റെ മുമ്പ് ജീവിതം നന്മകൾ ചെയ്ത് പരിപോഷിപ്പിക്കണമേ. ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് അസുഖങ്ങൾ വരാനിരിക്കുന്നു, ഒരിക്കലും വിട്ടുമാറാത്ത അസുഖങ്ങൾ ജീവിതത്തിൽ പിടികൂടാനിരിക്കുന്നത് കൊണ്ട് ആരോഗ്യമുള്ള കാലം ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ലോകത്തിന്റെ ഗുരു ആനായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്രത്തോളം ഇതിന്റെ വില മനസ്സിലാക്കിയവരാണ്. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധമുണ്ട്. സന്തോഷം തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. സന്തോഷം വേണമെന്ന യാത്രയിലാണ്. ഈ സന്തോഷം അല്ലാഹു വെച്ചിരിക്കുന്നത് അവൻ അനുസരിക്കുന്നതിൽ മാത്രമല്ലോ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن أعرض عن ذكري فإن له معيشة ضنكا. ജീവിതം അടിച്ചു പൊളിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. ഒരു ഒഴിവ് കിട്ടിയാൽ പാരീസിലേക്ക്, യൂറോപ്പിലേക്ക്, അങ്ങ് തായ്ലാന്റിലേക്ക്, ബാങ്കോക്കിലേക്ക്. എന്തിനാണ് യാത്ര? പച്ചയായ ഹറാമുകൾ ചെയ്യാൻ വേണ്ടി. ഇപ്പുറത്ത് അല്ലാഹുവേ, എനിക്കൊരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ നിന്റെ ഭൂമി ലോകത്ത് നിനക്ക് സാഷ്ടാംഗം നമിക്കപ്പെടാൻ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ചെന്ന് ഒന്ന് സുജൂദ് ചെയ്യാൻ കൊതിയുണ്ടായിരുന്നു റബ്ബേ എന്ന് ആലോചിക്കുന്ന മറ്റൊരു വിഭാഗം ഇപ്പുറത്ത്. കയ്യിൽ എന്തെങ്കിലും ഒരു കാശ് കിട്ടിയിരുന്നെങ്കിൽ ഇഷ്ടമായ ഏതെങ്കിലും ബിവറേജുകളിൽ ചെന്ന്, മദ്യഷാപ്പുകളിൽ ചെന്ന് ക്യൂ നിന്നിട്ടോ അല്ലാതെയോ മൂക്കറ്റം കുടിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഒരു ഭാഗത്ത്. അല്ലാഹുവേ, എന്റെ ശരീരത്തിലേക്ക് വായയിലൂടെ കടന്നു പോവാൻ ഒരു പാനീയം നീ അനുവദിക്കുകയാണെങ്കിൽ അത് നിനക്ക് പൊരുത്തമുള്ളതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്നവർ ഇപ്പുറത്ത്. ഷോർട്ട് കട്ടിലൂടെ പൈസ ഉണ്ടാക്കാൻ എമ്പാടും മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ അല്ലാഹുവേ, ആ കിട്ടുന്ന പണം നിനക്ക് പൊരുത്തമല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവർ ഒരു വിഭാഗത്ത്. മറ്റൊരു വശം നമ്മൾ കാണുന്നത്, ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങളും വിഭിന്നമല്ലോ, വിഭിന്നമാണല്ലോ, വ്യത്യസ്തമായ അവസ്ഥകൾ. സ്വീഡൻ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്ത് അമിതമായ സ്വാതന്ത്ര്യമുണ്ട്. അമിതമായ സ്വാതന്ത്ര്യം. ഹോമോസെക്ഷലായി ഒരു പുരുഷനെ തന്റെ ഭാര്യയായി കൊണ്ടു നടക്കാൻ പറ്റുന്ന നിയമം ലോകത്ത് അംഗീകരിച്ച രാജ്യമായിരിക്കെ, വ്യഭിചാരം അത്രയും സുലഭമായിരിക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന രാജ്യമാണ് സ്വീഡൻ. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ.
മഹാനായ അല്ലാമ അബൂ ഖുദാമത്തുശ് ശാമി റളിയല്ലാഹു അൻഹു യൂറോപ്പുകാരുമായുള്ള യുദ്ധം നടക്കാൻ പോകുന്നു. ആ സമയത്താണ് വിശുദ്ധമായ പള്ളിയുടെ മുനാരത്തിലൂടെ ഇസ്ലാം ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആളുകൾ രംഗത്തിറങ്ങണമെന്ന് വിളിച്ചു പറഞ്ഞത് അബൂ ഖുദാമത്തുശ് ശാമി. അവരുടെ ആഹ്വാനം കേട്ടു എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുന്നു. കെട്ടുന്ന ആയുധങ്ങളെടുത്ത് പടപൊരുതാൻ വേണ്ടി യൂറോപ്പിലേക്ക്, തുർക്കിയിലേക്ക്, റോമക്കാർ ഭരിക്കുന്നത് തുർക്കിയാണ് ഇവിടെ ആസ്ഥാനം. തുർക്കിയുടെ ഭാഗത്തേക്ക് യാത്ര പോകുമ്പോ ഒരു സ്ത്രീ വന്ന് വിളിക്കുന്നു, അസ്സലാമു അലൈക്കും യാ ശൈഖ്. വിളിക്കാണ്, പേര് വിളിച്ചിട്ട്. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. വീണ്ടും ആ സ്ത്രീ വിളിച്ചു, പണ്ഡിതനെ. തിരിഞ്ഞു നോക്കിയില്ല. മൂന്നാമതും വിളിച്ചിട്ട് ചോദിച്ചു, മാ ശഅനുക്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരു പ്രായമായ സ്ത്രീയെ ഇങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ എന്താ അതിന് ആൻസർ തരാത്തത്? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? അവര് പറഞ്ഞു, ഒന്നുമില്ല, ഈ ചെറിയ പൊതി ഇതെന്റെ വകയാണ്. നിങ്ങൾ ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഇതെന്റെ വകയാണ്, ഇത് നിങ്ങൾ കൊണ്ടുപോകണം. അല്ലാഹുവിന്റെ വഴിയിൽ ത്യാഗം ചെയ്തോടുന്ന കുതിരയുടെ മൂക്കുകയറായി നിങ്ങൾ ഇത് ഉപയോഗിക്കണം. എന്താണിതെന്ന് ചോദിച്ചു. നിങ്ങൾക്കത് പിന്നീട് തുറന്നു നോക്കാം. നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ നീണ്ട തലമുടിയുടെ 2 കെട്ടുകളാണ് അതിന്റെ അകത്തുള്ളത്. ആ സ്ത്രീ പറഞ്ഞ വാക്കിതാണ്, അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനൊരു പെണ്ണല്ലയോ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള എന്റെ തലമുടി ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നു. എന്തിന്? അള്ളാഹുവിന് ത്യാഗം ചെയ്തോടുന്ന ഒരു കുതിരയുടെ മൂക്ക് കയറായിട്ടെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണമേ. 2 മുടിയുടെ ഇഴയ നീളമുള്ള മുടിയാണ്. ആ സ്ത്രീ തന്റെ തലയാണ് മൊട്ടയടിച്ചു കൊടുത്തിട്ടുള്ളത്. മഹാനായ അബൂ ഖുദാമത്തുശ് ശാമിയുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നടിമാരെ പോലെ മുടി ബോബ് ചെയ്ത്, കട്ട് ചെയ്ത്, ഡിസൈനുകൾ മാറ്റിവെച്ച് പലതരത്തിലുള്ള ആംഗിളുകളിലായി മുടി താഴെയിട്ടും ചെരിച്ചും വലിച്ചും പൊക്കിവെച്ചും താഴ്വെച്ചുമൊക്കെ അള്ളാഹുവിന്റെ ദീനുമായോ അള്ളാഹുമായോ ബന്ധം പോലുമില്ലാത്തവരോട് അനുകരിക്കാൻ ഒരു വിഭാഗത്ത് പെൺകുട്ടികൾ വെമ്പൽ കൊള്ളുമ്പോഴാണ് തന്റെ തലമുടിയുടെ 2 ഇഴകൾ, തലമുടി ഒന്നാകെ 2 ഭാഗമാക്കി വെക്കുന്ന ദഫീറ, ഓരോ ഭാഗത്തെയും മുടി 2 കെട്ടുകളായി ഒരു ഉറപ്പുള്ള കയറ് പോലെ, ചൂടിക്കയറ് പോലെ ഇത് നിങ്ങൾ എടുക്കണം. എന്റെ ഈ മുടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന കുതിരയുടെ മൂക്ക് കയറ് നിങ്ങളാക്കണം. ഈ യുദ്ധത്തിൽ എനിക്കും ഒരു സൽക്രമം ചെയ്യാനാവണം, എന്റെയും ഒരു കോൺട്രിബ്യൂഷൻ ഈ യുദ്ധത്തിലേക്ക് വേണമെന്ന് അബൂ ഖുദാമത്തുശ് ശാമിയോട് പറഞ്ഞ ഒരു ഉമ്മ. യുദ്ധത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരനായ കുഞ്ഞ്, ഒരു 10-15 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നു, യാ അബാ ഖുദാമ, അബൂ ഖുദാമ, യഹ്മിൽനി മഅക്, ഞാനും നിങ്ങളുടെ കൂടെ പോരട്ടെ? മോനെ, എങ്ങോട്ട്? ഇലൽ മഅറക, അല്ലാഹുവിന്റെ വിളിയാളം വന്നല്ലോ, ഞാനുമുണ്ട്, ജീവത്യാഗം ചെയ്യാൻ കൂടെ വരട്ടെ? മോനെ, നീ അതിന് സമയമായില്ല. അൻത സഗീർ, ചെറുപ്പക്കാരനാണ് നീ, ചെറുപ്പമാണ്, സമയമായില്ല, പൊയ്ക്കോ. പറ്റില്ല അബൂ ഖുദാമ, എനിക്ക് വരണം നിങ്ങളുടെ കൂടെ, എന്നെയും കൊണ്ടുപോകണം. നിർബന്ധിച്ചപ്പോ അല്ലാമ അബൂ ഖുദാമ പറഞ്ഞു, മോനെ, ഒരു നിബന്ധനയുണ്ട്, ആ നിബന്ധന പാലിക്കുമെങ്കിൽ നിന്നെ കൂടെ കൂട്ടാം. എന്താ നിബന്ധന? മോനെ, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് നീയോ, നിന്റെ മരണത്തിന് മുമ്പ് ഞാനോ, നമ്മിൽ ആരാണോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആദ്യം ചെല്ലുന്നത്, അയാൾ തന്റെ കൂട്ടുകാരന് വേണ്ടി ശുപാർശ ചെയ്യണം അള്ളാഹുവിന്റെ മുമ്പിൽ. മോനെ, നീ എന്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ അബൂ ഖുദാമക്ക് വേണ്ടി അള്ളാഹുവിനോട് നീ സാക്ഷി പറയുമോ? എന്നെ നീ കൈപിടിക്കുമോ? എനിക്ക് ശഫാഅത്ത് ചെയ്യുമോ? അങ്ങനെയെങ്കിൽ കൂടെ കൂട്ടാം. നിങ്ങളുടെ ഷർത്ത് റെഡി, നിങ്ങളുടെ കണ്ടീഷൻ റെഡി, ഞാൻ അംഗീകരിച്ചു. കൂടെ കൂട്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് 15 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, 15 വയസ്സുള്ളൊരു ടീനേജർ. യുദ്ധം ആരംഭിക്കുമ്പോ ചോദിച്ചു അബൂ ഖുദാമ, 3 അമ്പ് തരുമോ? എന്തിന് മോനെ? എനിക്ക് വേണം. മോനെ, അമ്പുകൾ പരിമിതമാണ്, 3 എണ്ണമോ? 1 പോരെ, എനിക്ക് 3 എണ്ണം വേണം, എനിക്ക് 3 എണ്ണം വേണം. ഓർമ്മയുണ്ടോ? ഞാനും നീയും തമ്മിലുള്ള കരാറുണ്ട്, ആ ഓർമ്മയുണ്ട്. എന്താ? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്നല്ലേ? ഓർമ്മയുണ്ട്. 3 എണ്ണം തരൻ.
ഒരമ്പെടുത്ത് അമ്പെയ്തു, അത് ലക്ഷ്യം കണ്ടു. രണ്ടാമത്തേതും ലക്ഷ്യം കണ്ടു. മൂന്നാമത്തെ അമ്പെയ്യുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് ഒരമ്പ് വരുന്നു. കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുന്നത് അബൂ ഖുദാമ കണ്ടു. ഓടിച്ചെന്ന് ആ കുഞ്ഞിന്റെ ചോരപ്പാടുകൾ മായ്ച്ചു കളഞ്ഞിട്ട് മോനോട് ചോദിച്ചു, മോനെ, ലോകത്തോട് വിട പറയുമ്പോൾ ഓർമ്മയുണ്ട് മോനെ, ഞാനും നീയും തമ്മിലുള്ള കരാറ് ഉണ്ട് അബൂ ഖുദാമ, ഓർമ്മയുണ്ട്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനല്ലേ, ഓർമ്മയുണ്ട്. ഞാൻ പോവുകയാണ് അബൂ ഖുദാമ, ഞാനാണ് ആദ്യം ഇവിടുന്ന് യാത്ര പറയുന്നത്. നിങ്ങൾ എന്നെയും ഓർക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാം. ഒരു ചെറിയ കടലാസിന്റെ കഷ്ണം കൊടുത്തു. ഇതെന്റെ ഉമ്മാക്ക് കൊടുക്ക്, എന്റെ ഉമ്മാക്ക് കൊടുക്കണം. എന്റെ ഉമ്മയോട് പറയണേ, നിങ്ങളുടെ പൊന്നുമോൻ സ്വർഗലോകം കണ്ട് ഷഹാദത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ചിറകേറി സ്വർഗലോകത്തേക്ക് പോയി എന്ന് എന്റെ ഉമ്മയോട് പറഞ്ഞു കൊടുക്കണമേ. ചോദിച്ചു, മോനെ, നിന്റെ ഉമ്മ ആരാണ്? എനിക്ക് എങ്ങനെ അറിയും നിന്റെ ഉമ്മയെ? എന്റെ ഉമ്മ മറ്റാരുമല്ല അബൂ ഖുദാമ, നിങ്ങൾക്കൊരു പൊതി തന്നില്ലേ, 2 മുടിക്കെട്ടുകൾ. ആ മുടിക്കെട്ടുകൾ തന്നത് എന്റെ ഉമ്മയായിരുന്നു. എന്റെ ഉമ്മയോട് ചെന്ന് പറയണേ, എന്റെ ഉമ്മയുടെ കണ്ണുകൾക്ക് സന്തോഷം വരണം, എന്റെ ഉമ്മാക്ക് ആനന്ദം വരും എനിക്ക് സംഭവിച്ചത് കാണുമ്പോൾ. അതുകൊണ്ട് എന്റെ ഉമ്മയോട് ചെന്ന് പറയണേ, ആ 2 മുടിക്കെട്ടുകൾ തന്നത് എന്റെ ഉമ്മയായിരുന്നു. ആനായ അബൂ ഖുദാമ കണ്ണുനീർ വാർത്തുകൊണ്ടാണ് അരങ്ങത്തോട് വിട പറയുന്നത്. യുദ്ധമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വാതിൽക്കൽ മുട്ടിയപ്പോ ഒരു പെൺകുട്ടി വന്നു. ഈ ചെറുപ്പക്കാരന്റെ സഹോദരൻ. അബ്ശിർ, സന്തോഷം വല്ലതുമുണ്ടോ? സന്തോഷം വല്ലതുമുണ്ടോ? ഉണ്ട്, ഉണ്ട്, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. എന്റെ മോന് രക്തസാക്ഷിത്വം കിട്ടിയോ? ഉമ്മ ഓടി വരികയായി. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അവര് പറഞ്ഞു, ഇവന്റെ പ്രിയപ്പെട്ട ഉപ്പ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങൾ അറിഞ്ഞു. ഫഹ്തസബ്നാ, അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇവന്റെ ജ്യേഷ്ഠനും എനിക്ക് നഷ്ടമായി, നഷ്ടമല്ല, എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവസാനമായി എന്റെ ഈ പൊന്നുമോനും നഷ്ടമായല്ലേ, അത് നഷ്ടമല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, റബ്ബേ നിനക്കാണ് റബ്ബേ സ്തുതി. നീയല്ലയോ നിന്റെ അരികത്തേക്ക് ഷഹാദത്തുമായി എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്? അല്ലാഹുവിലേക്ക് കൈയുയർത്തി ഹമിദത്, റബ്ബിനെ ശുക്ർ ചെയ്തു, നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട ഉമ്മ അബൂ ഖുദാമത്തു ശാമി ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ അത്ഭുതപ്പെടുകയാണ്. നല്ലൊരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട മോനെ എങ്ങനെയാണ് സജ്ജീകരിച്ചത്? ആ ഉമ്മ നൽകിയ ത്യാഗം, ഉമ്മയിൽ നിന്ന് കണ്ടുപിടിച്ചത് ബഅലുകും മിൻ ബഅദ്, നന്മയിൽ നിന്നാണ് നന്മ ലഭിക്കുന്നത്, നന്മയിലൂടെയാണ് നന്മ ഉണ്ടാകുന്നത്. മാതൃകാ വനിതയായി തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉയർന്നപ്പോൾ ആ ഉമ്മയെക്കാളും ധൈര്യം സംഭരിച്ച് അള്ളാഹുവിന് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യണമെന്ന് ഇറങ്ങി പുറപ്പെട്ട മഹാനായ അല്ലാമ അബൂ ഖുദാമയുടെ മുമ്പിൽ വന്ന ഈ ചെറുപ്പക്കാരൻ, 15കാരൻ, അതിൽ താഴ്പ്രായമുള്ള കുട്ടി. നമ്മുടെ കുട്ടികളൊക്കെ +2 അതുമല്ലെങ്കിൽ SSLCക്കോ പഠിക്കുന്ന സമയം, +2 കഴിയുന്ന സമയം ഇത്രയല്ലേ ആയുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് എന്തറിയാം? മൊബൈൽ ഫോണുകളല്ലാതെ, ഗെയിമുകളല്ലാതെ, ഓൺലൈൻ ചാറ്റിങ്ങുകളല്ലാതെ മറ്റെന്തറിയും നമ്മുടെ മക്കൾക്ക്? എന്തെങ്കിലും ത്യാഗം ചെയ്യാൻ അറിയോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തറിയാൻ നമ്മുടെ മക്കൾക്ക്? 15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്, 17 വയസ്സുള്ളപ്പോഴാണ് ലോകപ്രസിദ്ധനായ അല്ലാമ ബുഖാരി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ബുഖാരി തങ്ങൾ, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ കലാം ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ആധികാരികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണെന്ന് ലോക പണ്ഡിതന്മാർ സാക്ഷി പറഞ്ഞ ആ മഹാഗ്രന്ഥം എഴുതിയ 17 വയസ്സുള്ളപ്പോഴാണ്. സ്വാതന്ത്ര്യമല്ല മനുഷ്യന്റെ വിഷയം. പാപങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അവന്റെ മനസ്സ് സങ്കുചിതമാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. കള്ളുകുടിയന്മാരോട് ചോദിക്കണേ, തോന്നിവാസം ചെയ്യുന്നവരോട് ചോദിക്കണേ, തിന്മകൾ ചെയ്യുമ്പോൾ എന്തു തോന്നുന്നു? തിന്മ ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? മനസ്സിന് സന്തോഷമുണ്ടോ? ഇല്ല. എന്തു തോന്നുന്നു? എന്തോ ഒരു പിരിമുറക്കം, എന്തോ ഒരു പ്രയാസം, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ അറിയുന്നില്ല. ചെറുപ്പക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ബോറടിച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാർ പറയുന്നില്ലേ, ബോറടിച്ചു, ജീവിതം എനിക്ക് മടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് മടുത്തു എന്ന് പറയുന്നു? ജീവിതത്തിൽ ലക്ഷ്യമില്ലാതിരിക്കുമ്പോൾ മടുപ്പ് വരുന്നുണ്ട്.
മടുപ്പ് വരിക. അങ്ങനെയാണ് സ്വീഡനിൽ കിടക്കുന്ന തന്റെ ജ്യേഷ്ഠനെ കാണാൻ ഒരു മുസ്ലിം യാത്ര പോകുന്ന, ജീവിതം മടുത്ത് യാത്ര പോയതാണ്. സുബഹിക്ക് നേരമായപ്പോൾ ജ്യേഷ്ഠന്റെ റൂമിലുള്ള ഒരു സുഹൃത്ത് വന്ന് വിളിച്ചു, നിസ്കരിക്കണ്ടേ? പറഞ്ഞു, ഞാൻ നിസ്കരിക്കാറില്ല, ഞാൻ ഉറങ്ങട്ടെ. ഒന്നുകൂടെ വിളിച്ചു, സഹോദര ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കും, സുബഹിയുടെ നേരമല്ല, നീ ഒരു മുസ്ലിമല്ലേ? എനിക്ക് നിസ്കരിക്കണ്ട, ഞാൻ നിസ്കരിച്ചിട്ട് കാലം എത്രയോ ആയിട്ടുണ്ട്, ഞാൻ ഉറങ്ങുകയാണ്. മടുത്തിട്ടാണ് ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോയത്. സ്വീഡനിലേക്ക് പോയത് നന്നാവാൻ വേണ്ടി പോയതായിരുന്നില്ല. പക്ഷേ ജ്യേഷ്ഠൻ നല്ല മനുഷ്യനാണ്. കൂടെയുള്ള കൂട്ടുകാരനാ വിളിക്കുന്നത്, ഒന്ന് നിസ്കരിച്ചു നോക്കുമോനെ, ഒന്ന് വലവുമറ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. കള്ളൂടെ ടേസ്റ്റ് ചെയ്തില്ലേ? വ്യഭിചാരം ടേസ്റ്റ് ചെയ്തില്ലേ? നിസ്കാരം ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഒന്ന് എന്ത് ചെയ്യും? ഹാവ് എ ടേസ്റ്റ് ഓഫ് ഇറ്റ്. ഒന്ന് ടേസ്റ്റ് ചെയ്യും. ആദ്യമായി അദ്ദേഹം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വന്ന് wudu കൊടുത്തു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരമാണ് ഉറക്കത്തെക്കാളും ഉത്തമം എന്ന് വിളിച്ചു പറയുന്ന ആ വിളിയാളത്തിന് അന്ന് ആദ്യമായി ഉത്തരം കൊടുത്തു. മടിയോടുകൂടെ ചെന്നു. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മടി തോന്നുന്നത് കപട വിശ്വാസത്തിന്റെ അടയാളമത്രേ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോ വലിയ മടി. കല്യാണത്തിന് ഭക്ഷണം ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ വലിയ ഉന്മേഷം, കളിയുടെ ഗാലറിയിൽ ചെന്നിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആവേശം, എല്ലാറ്റിനും ഉന്മേഷമുണ്ട്. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മാത്രം ഒരു മടി. നിസ്കാരം നീണ്ടുപോകുമ്പോൾ ഇമാമിനോട് വെറുപ്പ്. ഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, മടി പിടിച്ചിട്ടാണെങ്കിലും അന്ന് കൂട്ടുകാരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആദ്യമായി സ്വീഡനിലെ ഒരു പള്ളിയിൽ അദ്ദേഹം നിസ്കരിക്കാൻ ചെന്നു. സുജൂദിൽ വീണ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ നമിക്കുന്ന പ്രണാമത്തിന്റെ മധുരമറിഞ്ഞത് അന്നാണ്. ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു, സന്തോഷമില്ലാതെ ജീവിതം ബോറടിച്ചു എന്ന് വിചാരിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കെ ഇപ്പോഴാണല്ലോ ഞാൻ ജീവിതത്തിന്റെ മധുരമറിഞ്ഞത്. എന്റെ സർത്താവിന്റെ മുമ്പിൽ തലകുനിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ ആ ആദ്യത്തെ നിസ്കാരം കഴിഞ്ഞ് ഉമ്മാക്ക് വിളിച്ചു, ഉമ്മ ഞാൻ തിരിച്ചു വരികയാണ്. നാട്ടിലേക്ക് എത്തിയപ്പോ ഉമ്മ ചോദിച്ചു, മോനെ എന്തു പറ്റി? ഉമ്മ, ഞാൻ അന്വേഷിച്ചു നടന്നിരുന്ന സന്തോഷം എന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനതറിഞ്ഞു. എന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുമ്പോൾ കിട്ടുന്നൊരു രസമുണ്ട്. ആ ആനന്ദം ഞാൻ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ജീവിതം ബോറടിച്ചില്ല, ഇനി ബോറടിക്കാൻ പോകുന്നുമില്ല. ആ ചെറുപ്പക്കാരൻ ത്യാഗിയായി ജീവിച്ച്, ദീനി പ്രബോധകനായി ജീവിച്ച് അള്ളാഹുവിന്റെ വഴിയിലായി മരണപ്പെട്ടു പോയിരിക്കുന്നു. ഒരു വിഭാഗം ഇപ്പുറത്ത് തായ്ലാന്റിലേക്ക് പോയ 3 ചെറുപ്പക്കാരിൽ മൂക്കറ്റം കള്ളുകുടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് ഛർദിച്ച് തന്റെ കൂട്ടുകാരൻ അങ്ങേയറ്റം താളം തെറ്റിയപ്പോഴാണ് ഒരൽപ്പം ബോധമുള്ള 2 പേരിൽ ഒരാൾ അവനോട് പറഞ്ഞത്, ടോയ്ലറ്റിലേക്ക് പോയിക്കോ, നിനക്ക് ഛർദിക്കണമെങ്കിൽ. ടോയ്ലറ്റിന്റെ ബൗള് തുറന്നു കൊടുത്തു, ക്ലോസറ്റിലേക്ക്. അവൻ ഛർദിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പുറത്തൊരു കൂട്ടുകാരൻ മൂക്കറ്റം കുടിച്ച് കിടക്കുന്ന ഒരുത്തനൊരൽപ്പം ബോധമുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇവൻ തിരിച്ചു വരാതെ നിന്നപ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോഴാ ക്ലോസറ്റിലേക്ക് സുജൂദ് ചെയ്ത പോലെ അവൻ തലവെച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. എങ്ങനെ ഒരു ക്ലോസറ്റിനോട് സുജൂദ് ചെയ്യുന്ന പോലെ മദ്യാസക്തിയിൽ ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരന്റെ അന്ത്യം അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചത്. അവൻ അള്ളാഹുവിന് സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, അവൻ അള്ളാഹുവിന് വേണ്ടി പ്രണാമം നമിച്ചിരുന്നില്ലല്ലോ. അള്ളാഹുവിന് വേണ്ടി 1-ാം സഫിലേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ വിദേശ മദ്യഷാപ്പുകളുടെ മുമ്പിൽ സഫായി മണിക്കൂറുകളോളം സഫായി നിന്നവനാണവൻ. ഒരു മടി കൂടാതെ, തിരക്കില്ലാതെ, ക്ഷമയോടുകൂടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ട നൃത്തത്തിന് പകരം മദ്യത്തോട് കാണിച്ച ആദരവ്. അള്ളാഹു മദ്യം ഛർദിച്ച് വിസർജ്യം പോകുന്നിടത്തേക്ക് മുഖം വെച്ചുകൊണ്ടാണ് മരിച്ചത്. ഇത് മുസ്ലിമിന് പാഠമാണ്. ഇന്ന സഅയകും ലശത്താ, മനുഷ്യന്റെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്. ഒരു വിഭാഗം നന്മയിലേക്ക് വരുന്നു, ഒരു വിഭാഗം തിന്മയിലേക്ക്. നബിയേ, ലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, തിന്മയും നന്മയും ഒരുപോലെയല്ല നബിയേ. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം എത്രയാണെന്നോ,
തിന്മ ഒരുപാടുണ്ട്, ജനങ്ങൾ മുഴുവനും തിന്മ ചെയ്യുകയാണല്ലോ എന്ന് അങ്ങ് കണ്ടത്ഭുതപ്പെട്ടാലും ശരി നബിയെ, ആധിക്യമല്ല പ്രശ്നം, ഒരുപാട് ആളുകൾ ചെയ്യുന്നതല്ല വിഷയം, നന്മ വളരെ കുറച്ചെങ്കിൽ തന്നെയും അള്ളാഹു നന്മയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ലോകത്ത് കൂടുതൽ അള്ളാഹു നന്മയാ സ്വീകരിക്കുന്നത്, ലോകത്ത് കൂടുതൽ തിന്മയാണ് ദാനം. വലൗ അഅജബക കസറത്തുൽ ഖബീർ, നബിയോട് അള്ളാഹു പറയുന്നു, നബിയെ, ലോകത്ത് തിന്മ വർദ്ധിക്കുന്നത് കാണുമ്പോൾ അങ്ങ് അത്ഭുതപ്പെട്ടു പോയേക്കും. അതല്ല നബിയെ വിഷയം, അള്ളാഹു നന്മയാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനസ് സാലിഹീൻ, നന്മ ചെയ്യുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അല്ലാഹുവേ, ജീവിതം നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ. അതിന് പകരം നീ നൽകുന്ന സ്വർഗം വാങ്ങിക്കാനുള്ള തൗഫീഖ് നീ നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.